അല്ല, ഇവിടെ ആരും ഇല്ലേ? ഇതാരാണ്? ഞങ്ങളെയൊക്കെ മറന്നുപോയോ? ഈ നാട്ടിൽ തന്നെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ വരുമോ? ആരുമില്ല. അല്ലെങ്കിൽ താനുള്ളപ്പോ എന്തിനാ വേറെ ആള്? എടാ, നിനക്ക് ഇന്ന് രാത്രി പണിയുണ്ടോ? ഇല്ല. അപ്പൊ നീ എന്റെ കൂടെ വാ, നമുക്ക് സ്ഥലം വരപ്പാ. എങ്ങോട്ട്? അല്ലടാ, നീ എന്റെ കൂടെ വാ. അവിടെ ചെല്ലുമ്പോ മനസ്സിലാകുക എന്തോന്ന്. വാ. അവരെന്റെ പുറകിലുണ്ട്. ആര്? 2-3 റൗഡികൾ. ഒന്നും പേടിക്കണ്ട, ഇങ്ങോട്ട് അകത്തേക്ക് കയറിയിരുന്നുള്ളൂ. ഇവിടെ ആരും വരില്ല. റൂമിലിരുന്നോളൂ, ഒന്നും പേടിക്കണ്ട. അടുത്തോ ടി വി അവനോട് നാണേ. രാജു, നീ പോവാന്നോ? ഇനി വാ. വരാനല്ലേ പറഞ്ഞത്? എന്തിനാടി പിന്നെ കരയുന്നത്? ഞാൻ അങ്ങനത്തവളല്ല. ഞാനിവിടെ അറിയാതെ വന്ന് പെട്ടുപോയതാ. അറിയാതെ? അതെ, ഞാൻ റോട്ടിലൂടെ പോകുമ്പോ 2 പേരെന്റെ പുറകെ വന്നു. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ വീട്ടിൽ ഓടിക്കയറിയതാ. ഇത് ഇങ്ങനത്തെ വീടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്റെ വീട് എവിടെയാ? സ്റ്റേഡിയത്തിന്റെ പുറകെ. വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കോ? അതെ. നിനക്ക് സ്വന്തക്കാരുമില്ലേ? ഉണ്ടായിരുന്നു. എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരനിയൻ എനിക്കുണ്ട്. പക്ഷേ അവനിപ്പോഴെവിടെയാണെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ല, തെളിച്ചു പറയൂ. പറയാൻ ഒരുപാടുണ്ട്. പറയൂ, കേക്കട്ടെ. ഞാനും എന്റെ അനിയനും അമ്മയുമായിരുന്നു വീട്ടിൽ. ഒരു ദിവസം കുഴിഞ്ഞു കിടക്കുന്ന കളപ്പുരയിലേക്ക് ഇനി ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? നിന്റെ അനിയൻ എങ്ങനെ 4 പേരുടെ മുൻപിൽ തലപൊക്കി നിൽക്കും? എല്ലാം നശിച്ചില്ലേ മോളെ? അമ്മയുടെ മരണം ഞങ്ങളെ വല്ലാതെ തളർത്തി. ഒരു ദിവസം എന്റെ അനിയനെ പോലും അറിയിക്കാതെ ഞാൻ വീട് വിട്ടിറങ്ങി പട്ടണത്തിലേക്ക് വന്നു. അനിയന്റെ പേരെന്താണ്? രാജു. രാജു. വെളുത്ത് ഉയരത്തിൽ ചുരുണ്ട മുടിയുള്ള? അതെ. എന്റെ അനിയനെ അറിയുമോ? ശരി, എന്റെ കൂടെ വരൂ. അല്ല സാറേ, നിങ്ങൾ മാത്രം അങ്ങ് സൂക്ഷിച്ചാൽ മതിയോ? ഞങ്ങൾ ഉണ്ടല്ലോ 2-3 പേര്. എത്രയാ?
രാജു രാജു ചേച്ചി ചേച്ചി രാജു ഹലോ, അതെ വേണു. നമസ്കാരം. നിങ്ങളുടെ ഓർഡറൊക്കെ റെഡി ആയിരിപ്പുണ്ട്. നാളെ ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ചോളൂ. പിന്നെ ഒരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, വീടും ഒക്കെ ആയിട്ട് ഞാൻ പോയി കണ്ടു. വലിയ ഗുണമൊന്നുമില്ല, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. പിന്നെ എന്തൊക്കെ വിശേഷം? കുടുംബമൊക്കെ തിരിച്ചെത്തി? നമ്മളിതൊക്കെ കഴിയുന്നപ്പാ. പിന്നെ വരില്ലേ? ശരി, ഓക്കെ, ബായ്. ഇനിയിപ്പോ എന്തോ വാങ്ങിക്കാനുള്ളേ? ഇനി ഇവനൊരു ഉടുപ്പൂടെ വാങ്ങിച്ചു കൊടുക്ക്. അവനൊരു ഉടുപ്പൂടെ വാങ്ങിച്ചു. ഉടുപ്പൊക്കെ മതി. പിന്നെ അതെന്താ അവന്റെ ഉടുപ്പ് വാങ്ങിച്ചാ? ഒന്നും വേണ്ട കേട്ടോ. സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ പയ്യൻ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, സ്വർണ്ണമോതിരം മാറ്റി ചെമ്പമോതിരം കൊടുക്കല്ലേ, അവൻ പോലീസുകാരെയും കൊണ്ട് വരുമെന്ന്. എന്താ ചെയ്യും? എങ്ങോട്ട് ഓടും? താങ്ക് യു സാർ. എന്നാ വെച്ചോ. ഇപ്പൊ പോലീസുകാരൻ തന്നം കൂടെ ചേർത്ത് രൂപ എത്രയായി? 15 രൂപ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, നേരെ കോഴിക്കോട്ട് വെച്ചോ. നീ രാത്രി എന്തിനാടി വന്നേ? വരണമെന്ന് തോന്നി, വന്നു. ഇനി കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൈവിടേ. ഗോപിയേട്ടൻ എന്തിനാ കുടിക്കുന്നത്? കുടിക്കണമെന്ന് തോന്നിയിട്ട്. നീ എന്നെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? എന്നെ നന്നാക്കിയെടുക്കാൻ ഗോപിയേട്ടന് കഴിഞ്ഞു. ഉപദേശിക്കല്ല, ഗോപിയേട്ടൻ നശിക്കുന്ന തടയാനുള്ള അവകാശം എനിക്കുമില്ലേ? ജോലിക്ക് പോയില്ലേ? ഇല്ല മോളെ, എനിക്ക് നല്ല സുഖമില്ല. നീ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഓ, അങ്ങനെയൊന്നുമില്ല. ഒരു പെണ്ണിങ്ങനെ ലോകം മറന്ന് സന്തോഷിച്ചു വരുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിലാകും. ഏതായാലും നല്ലത് തന്നെ. പെണ്ണായാൽ ഒരു ആൺതുണ ആവശ്യമാണ്. അതിനെ ജീവിതം എന്ന് പറയാനൊക്കും. എന്നിട്ട് ആശാൻ എന്തായാലും ഒറ്റയ്ക്ക് കഴിയുന്നത്? അതോ, എനിക്ക് എന്നെ പങ്കുവെക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ തന്നെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അത് കൊള്ളാം. രാജു, അതാ
കാര്യത്തെ പറ്റി നിന്റെ തീരുമാനം? അത് ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. നിനക്ക് ഞാൻ അനുവദിച്ചു തന്ന സ്വാതന്ത്ര്യം ഒരല്പം കൂടിപ്പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ജീവിതത്തെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അച്ഛൻ എനിക്ക് തന്നത്. ഞാൻ തീരുമാനമെടുത്തു. അത് അംഗീകരിക്കാനുള്ള സന്മനസ് അച്ഛനാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഊരും പേരും അറിയാത്തൊരു ചെറുപ്പക്കാരന്റെ കൂടെ ഞാൻ എന്റെ മകളെ എങ്ങനെ വിശ്വസിച്ച് പറഞ്ഞേക്കും? അതൊക്കെ അന്വേഷിച്ച് അറിയാവുന്നതല്ലേ. എനിക്ക് ആ മനുഷ്യനെ പരിപൂർണ വിശ്വാസമാണ്. അതുകൊണ്ട് എന്ത് കാര്യം? നമ്മുടെ പെട്രോൾ പമ്പിൽ ഒരു സാധാരണ ജോലിക്കാരനായ ഒരുത്തനെ നീ വിവാഹം കഴിച്ചാൽ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സപ്പെടത്തിൽ നിൽക്കും. എന്തായാലും നിന്റെ ഈ തീരുമാനം മാത്രം ഞാൻ അനുവദിച്ചു തരില്ല. ക്ഷമിക്കണം അച്ഛാ. മുത്തശ്ശന്റെ ഓഫീസിൽ സാധാരണ ജോലിക്കാരനായിരുന്ന അച്ഛന് അമ്മയെ വിവാഹം കഴിച്ചു എന്നത് മുത്തശ്ശന്റെ സന്മനസ്സുണ്ടായിരുന്നില്ലേ? അങ്ങനെയൊന്നും നടന്നിരുന്നില്ല എങ്കിൽ ഇന്ന് അച്ഛൻ എവിടെ നിൽക്കുമായിരുന്നു? സുമതി, നീ കുത്തുവാക്കുകൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാനും പഠിച്ചു അല്ലേ? കുത്തുവാക്കുകളല്ല അച്ഛാ, ഞാൻ അനുഭവിക്കുന്ന വേദന അച്ഛനോട് പറഞ്ഞു എന്ന് മാത്രം. ഇനി അച്ഛൻ്റെ ഇഷ്ടം. സുമതി എന്നെ സ്നേഹിക്കുന്നു അല്ലേ? ഇത്രയൊക്കെ ആയിട്ടും രാജുവിന് ഇനിയും സംശയമാണോ? സംശയം ഉണ്ടായിട്ടല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ പിണങ്ങുമോ? കാര്യം എന്താന്ന് പറയൂ. ഈ വിവാഹത്തിന് ശേഷമുള്ള മധുവിധുവിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. വിവാഹത്തിന് മുമ്പുള്ള മധുവിധുവാണ് എനിക്കിഷ്ടം. രാജു എന്താണ് ഈ പറയുന്നത്? വിവാഹം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. അതിനു മുമ്പ് ഒരു ദിവസം സുമതി എനിക്ക് വേണം. രാജു ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. രാജു, വേണമെങ്കിയോ? സത്യമായിട്ടും മടങ്ങി. നോക്കൂ, ഞാൻ എന്താണ് വേണ്ടത്? നാളെ ഉച്ച കഴിഞ്ഞ് ഞാൻ വിളിക്കുന്നിടത്തേക്ക് വരണം. വരുമോ? വരാം. ഗുഡ്. രഘുവിനറിയാമോ, എന്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് സുമതി. അവൾ ഈ കുടുംബം അർഹിക്കുന്ന നിലയിൽ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്നാണ് വേണു പറയുന്നത്? ഇതിൽ കൂടെ എന്ത് സംഭവിക്കാൻ? എന്റെ പെട്രോൾ ബങ്കിലെ സർവീസ് ബോയ്ക്ക് എന്റെ പെങ്ങളെ കെട്ടിക്കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ഇഷ്ടമാണെങ്കിൽ. നോൺസെൻസ്. സ്നേഹിക്കുന്നവരെ നമ്മളായിട്ട് പിരിക്കേണ്ട വേണു. വിധി വരുത്തി വെച്ച വേദന ഒരുപാട് അനുഭവിച്ചവനാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. അവളെ വേദനിപ്പിക്കുന്നത് എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? നീ നോക്കിക്കൊള്ളൂ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. രാജു ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ആ, ഒരല്പ സന്തോഷമുണ്ട്. എന്താ? എനിക്ക് പ്രതികാരം ചെയ്യാൻ ഒരവസരം കിട്ടിയിരിക്കുന്നു. മനസ്സിലായില്ല. എന്റെ കാമുകി അവന്റെ അനിയത്തിയാണ്. ഞാൻ അവളെ നശിപ്പിക്കും. ചേച്ചി, രാജു, മറ്റൊരു പെണ്ണിനെ നശിപ്പിച്ചുകൊണ്ട് എന്റെ മാനം തിരിച്ചു കിട്ടുമോ? ആദ്യം ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പഠിക്കും, എന്നിട്ടാവട്ടെ പ്രതികാരം. വഴക്ക് പറഞ്ഞില്ലേ? നോക്ക്, നിന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിനും ഈ ചേട്ടൻ കൂട്ടുനിൽക്കില്ല. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. അച്ഛന്റെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം.